എൻസൈക്ലോവിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെടുത്തിയുള്ള ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ഈ മാസത്തെ ക്ഷേമ പെൻഷനായിട്ടുള്ള 2000 രൂപ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും 24-ാം തീയതി മുതൽ എത്തി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സാമ്പത്തിക ആനുകൂല്യം തുടർന്നും തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന കർശനമായിട്ടുള്ള യോഗ്യതകൾ പാലിക്കേണ്ടതാണ്. അതേസമയം നിലവിലെ അനർഹമായിട്ട് പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്തി ഒഴിവാക്കുവാനും അർഹതയില്ലാത്തവർക്ക് സ്വമേധയാ പദ്ധതിയിൽ നിന്ന് മാറി നിൽക്കുവാനുമുള്ള അവസരമൊരുക്കുവാനും സർക്കാർ ലക്ഷ്യമിടുന്നു. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്കുള്ള പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ എല്ലാ പദ്ധതികൾക്കും ഈ ഒരു മാറ്റങ്ങൾ ബാധകമാണ്. പെൻഷൻ ലഭിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം കുടുംബ വാർഷിക വരുമാനമാണ്. നിലവിലെ നിയമപ്രകാരം കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്കാണ് ക്ഷേമ പെൻഷന് അർഹതയുള്ളത്. വരുമാനം കണക്കാക്കുമ്പോൾ അവിവാഹിതരായിട്ടുള്ള മക്കളുടെ വരുമാനവും ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ വില്ലേജ് ഓഫീസുകളിലെ പരിശോധനകളിൽ പലർക്കും 1 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനം രേഖപ്പെടുത്തുന്നത് കാരണം ഗുരുതരമായിട്ടുള്ള രോഗബാധിതർക്കും പാവപ്പെട്ടവർക്ക് പോലും അപേക്ഷിക്കുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട്. ഇത് പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് വരുമാന പരിധി ഉയർത്തുന്നത് സർക്കാർ ആലോചിക്കുന്നുണ്ട്. വീടുകളിൽ AC ഉള്ളവർക്ക് നിലവിലെ പെൻഷൻ യോഗ്യതയില്ല. AC ഒരു ആഡംബര വസ്തുവായിട്ട് കണക്കാക്കിയാണ് ഇത്തരക്കാരെ പെൻഷൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുന്നത്. എന്നാൽ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ രോഗങ്ങളോ ഉള്ളവർക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം AC സ്ഥാപിക്കേണ്ടതായിട്ട് വരാറുണ്ട്. ഇത്തരം പ്രത്യേക സാഹചര്യങ്ങൾ പരിഗണിച്ച് മെഡിക്കൽ നിർദ്ദേശമുള്ളവർക്ക് AC-യുടെ കാര്യത്തിൽ ഇളവുകൾ നൽകുന്നത് സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇക്കാര്യം മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ജോലിയിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ വിരമിച്ച് സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർക്ക് സാധാരണയായിട്ട് ക്ഷേമ പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല. ആദായ നികുതി അടയ്ക്കുന്ന വ്യക്തികൾക്കും ഈ ഒരു പെൻഷന് ആനുകൂല്യം ലഭിക്കുന്നതല്ല. മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നവർക്ക് ഇതിനായിട്ട് വീണ്ടും അപേക്ഷിക്കുവാനും സാധിക്കില്ല. അഗതി മന്ദിരങ്ങളിൽ സ്ഥിരതാമസമാക്കിയവർക്ക് സ്ഥാപനങ്ങൾ വഴി സംരക്ഷണം ലഭിക്കുന്നതിനാൽ ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. വീടുകളിൽ സ്വന്തമായിട്ട് 1000 cc മുകളിലുള്ള വാഹനങ്ങൾ ഉള്ളവരെയും പെൻഷൻ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഈ മാനദണ്ഡത്തിലും കാലാനുസൃതമായിട്ടുള്ള ചില മാറ്റങ്ങൾ വരുത്തുവാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. എന്നാൽ 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ, 2000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുകളുള്ളവർ തുടങ്ങിയവർ മറ്റ് പ്രധാന അർഹതാ മാനദണ്ഡങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുവാൻ സാധ്യതയില്ലെന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. അനർഹരായിട്ടുള്ളവർ പെൻഷൻ പട്ടികയിൽ തുടരുന്നുവെന്ന പരാതികൾ വ്യാപകമായതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി ബാങ്ക് അക്കൗണ്ട്, ഭൂമി രേഖകൾ, വരുമാന സർട്ടിഫിക്കറ്റ്, വാഹന വിവരങ്ങൾ എന്നിവ വരും മാസങ്ങളിൽ കൂടുതൽ കർശനമായിട്ട് പരിശോധിക്കുവാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള അർഹരായിട്ടുള്ള ഗുണഭോക്താക്കൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ആധാർ, റേഷൻ കാർഡ്, ബാങ്ക് പാസ്ബുക്ക്, വരുമാന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ കൃത്യമായിട്ട് പുതുക്കി സൂക്ഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.